ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് രാഷ്ട്രപതി. ഇതുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തത തേടിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദനം 200 പ്രകാരം ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ബില്ലിൽ ഒപ്പിടുന്നതിലെ അധികാരം സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നന്ദൻ തുടരുന്നു. നന്ദൻ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും കൂടി. ദേവിക, ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത തേടിയിരിക്കുന്നത്. അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 200 അനുസരിച്ച് നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ രാഷ്ട്രപതിയും ഗവർണറും 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി എന്തടിസ്ഥാനത്തിലാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയോട് ഇത്തരത്തിൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഇതിൽ നിരവധി ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രധാനമായും ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ളതും അതേപോലെ തന്നെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഏത് തരത്തിലാണ് രാഷ്ട്രപതിയും ഗവർണറും ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായ വിവേചന അധികാരം ഉപയോഗിക്കുന്നത് ന്യായമല്ലേ എന്നുള്ളതാണ് പ്രധാനമായും രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭരണഘടനയുടെ 361-ാം അനുച്ഛേദ പ്രകാരമുള്ള പരിരക്ഷ ഈ തീരുമാനങ്ങൾക്ക് ബാധകമാണോ എന്നുള്ള ചോദ്യം ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ 14 ചോദ്യങ്ങളാണ് പ്രധാനമായും രാഷ്ട്രപതി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയുണ്ടായിരുന്നു. JB പർദേവാലയും അതേപോലെ തന്നെ R മഹാദേവനും അടക്കമുള്ള ബെഞ്ചിൻ്റെ വിധി അതിനെ ചോദ്യം ചെയ്യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബെഞ്ചുകളിലേക്ക് അല്ലെങ്കിൽ അതേ ബെഞ്ചിൽ തന്നെ അല്ലെങ്കിൽ മറ്റ് ബെഞ്ചുകളിലേക്കോ അപ്പീൽ പോയാലും സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ റാം മേഘ്വാൾ ഭാരതത്തിൻ്റെ നിയമമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയോട് ഈ ഭരണഘടനയുടെ 143(1) അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി വ്യക്തത തേടിക്കൊണ്ട് ഇപ്പോൾ 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ശരി.